ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ സുപ്രീം കോടതിയെ പറ്റി അറിയേണ്ട SCRT പോയിൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ്. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. 1950 ജനുവരി 28 സുപ്രീം കോടതി നിലവിൽ വന്നത്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിൽ തിലക് മാർഗിലാണ്. ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ആസ്ഥാനത്തെപ്പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 130 സുപ്രീം കോടതി നിലവിൽ വന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 123 123 1, 2, 3 ഓർഡിനൻസുകളെ പറ്റി പറയുന്നതാണ്. 1, 2, 3 എന്ന് വെച്ചാൽ നമ്മൾ ഓടും. 1, 2, 3 ഓർഡർ ആർട്ടിക്കിൾ 1, 2, 3 ഓർഡിനൻസ് 124 സുപ്രീം കോടതി നിലവിൽ വന്ന ആർട്ടിക്കിളാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം നിശ്ചയിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടുന്ന പാർലമെൻറ്റാണ്. സുപ്രീം കോടതിയുടെ ആപ്തവാക്യം ചോദിച്ചാൽ യഥോ ധർമ്മ സ്തതോ ജയ എന്നതാണ് സുപ്രീം കോടതിയുടെ ആപ്തവാക്യം. ഇപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ. 1950 ജനുവരി 28 നിലവിൽ വന്നു. 1950 ജനുവരി 28. നിലവിലെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപിലാണ്. സുപ്രീം കോടതി ജഡ്ജി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആർക്ക് മുൻപാണെന്ന് വെച്ചാൽ ഒന്ന് രാഷ്ട്രപതിക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യണം, അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് മുൻപിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാം. ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് രാഷ്ട്രപതിക്ക് മുൻപിലാണ്. എന്നാൽ സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, അല്ലെങ്കിൽ രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന വ്യക്തിക്ക് മുൻപിൽ സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യണം. നിലവിലെ ജഡ്ജിമാരുടെ എണ്ണം, സുപ്രീം കോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 പേരാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെയും ജഡ്ജിമാരെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപിലാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപിലോ അല്ലെങ്കിൽ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിക്ക് മുൻപിലോ ആയിരിക്കണം. സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ എന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഹിദായത്തുള്ള ആദ്യമായിട്ട് രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് മുഹമ്മദ് ഹിദായത്തുള്ള. ഇപ്പോൾ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി ചോദിച്ചാൽ അത് 65 വയസ്സാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ കാലാവധി 62 വയസ്സും സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സുമാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വകയിരുത്തുന്ന കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫണ്ടിൽ നിന്നാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെയും ജഡ്ജിമാരുടെയും ശമ്പളവും ആനുകൂല്യവും വകയിരുത്തുന്നത് കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫണ്ടിൽ നിന്നാണ് ഇവരുടെ ആനുകൂല്യങ്ങളും ശമ്പളവും വകയിരുത്തുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 പ്രകാരം പ്രസിഡൻഷ്യൽ കോൺഫറൻസിൽ വാദം കേൾക്കുന്നതിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5. ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനം നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 129. ഇനി രാഷ്ട്രപതിക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ ചോദിക്കാം, അതിനെപ്പറ്റി പറയുന്നത് 143. പക്ഷേ ആ ഉപദേശം ചോദിക്കുമ്പോൾ സുപ്രീം കോടതി ആ ഉപദേശത്തിന് മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് ആ മറുപടി കേൾക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 5 ജഡ്ജിമാരുടെ ഒരു കോറം ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ 143 പ്രകാരം
പ്രസിഡൻഷ്യൽ കോൺഫറൻസിൽ വാദം കേൾക്കുന്നതിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ജഡ്ജിമാരുടെ എണ്ണം 5 രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 143 സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 129 ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്ന സ്ഥാപനമായ നാഷണൽ ജുഡീഷ്യൽ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ അത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ ഒരു കൊളീജിയമുണ്ട്. ആ കൊളീജിയത്തിൽ 5 അംഗങ്ങളാണുള്ളത്. അപ്പോൾ അതിലൊന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. പിന്നെ ബാക്കിയുള്ള 4 പേര് ആ കോടതിയിലെ സീനിയർ ജഡ്ജിമാരായിരിക്കണം. 4 സീനിയർ ജഡ്ജിമാരും ആയിരിക്കണം. ഇപ്പോൾ നാഷണൽ ജുഡീഷ്യറി അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ ഒരു കൊളീജിയമുണ്ട്. ആ കൊളീജിയത്തിൽ 5 അംഗങ്ങളാണുള്ളത്. അതിൽ ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ബാക്കി 4 പേര് അവിടുത്തെ സീനിയർ ജഡ്ജിമാരും ആയിരിക്കണം. അപ്പോൾ ജഡ്ജിമാർക്ക് ട്രെയിനിങ് നൽകുന്നത് എവിടെയാണ്? നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയാണ്. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. ഭോപ്പാലിലെ സുപ്രീം കോടതി ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്ന ആ കൊളീജിയത്തിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ മറക്കരുത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 5 അംഗങ്ങളുണ്ട്. ആ 5 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും 4 സീനിയർ ജഡ്ജിമാരും ആയിരിക്കണം ആ കൊളീജിയത്തിൽ അംഗങ്ങളായിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന നടപടിയാണ് നമ്മൾ ഇംപീച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെൻ്റ് എന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 124 സബ് ആർട്ടിക്കിൾ 4 124(4). ഇംപീച്ച്മെൻറ്റിൻ്റെ നടപടിക്രമം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ലോക്സഭയിലെ 100 അംഗങ്ങൾ, രാജ്യസഭയുടെ 50 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം സ്പീക്കർക്കോ, അതായത് ലോക്സഭയിൽ സ്പീക്കറാണ്, രാജ്യസഭയിലാണെങ്കിൽ ചെയർമാൻ ഉപരാഷ്ട്രപതി ആയിരിക്കും, അപ്പോൾ ചെയർമാനോ സമർപ്പിക്കണം. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജി നീക്കം ചെയ്യുന്ന നടപടി ഇംപീച്ച്മെൻ്റ് എന്ന് പറയും. ഇംപീച്ച്മെൻ്റ് എന്ന ആശയം നമ്മൾ അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 124 സബ് ആർട്ടിക്കിൾ 4. ഇംപീച്ച്മെൻ്റ് നടപടിക്രമം നമ്മൾ ആദ്യം ലോക്സഭയിലെ 100 അംഗങ്ങൾ, രാജ്യസഭയുടെ 50 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം ലോക്സഭാ സ്പീക്കർക്കോ രാജ്യസഭാ ചെയർമാനോ സമർപ്പിക്കണം. അതാണ് നമ്മൾ സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യാൻ, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഇംപീച്ച്മെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദത്തിൽ വ്യക്തമായിട്ട് ആദ്യത്തെ നടപടിക്രമം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കിയാൽ സ്പീക്കർ അല്ലെങ്കിൽ ചെയർമാന് ഈ പ്രമേയം അംഗീകരിക്കാം. നമ്മൾ ഇംപീച്ച്മെൻറ്റ് പ്രമേയം അംഗീകരിക്കാം, നിരാകരിച്ചാൽ അവിടെ വെച്ച് തീർന്നു. ഇനി അംഗീകരിക്കുകയാണെങ്കിൽ ഇവർ പ്രമേയം അംഗീകരിച്ചാൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു 3 അംഗ വിദഗ്ധ സമിതിയെ നിയമിക്കും. ആ സ്ഥിതി നമ്മൾ ഉന്നയിക്കുന്ന കുറ്റം കണ്ടെത്തിയാൽ പിന്നെ സഭ പ്രമേയത്തെ അംഗീകരിക്കണം. നമ്മൾ ഈ ലോക്സഭയും രാജ്യസഭയും ആ പ്രമേയത്തെ അംഗീകരിക്കണം. പാർലമെൻറ്റിൽ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കിയ ശേഷം ആ ഉത്തരവ് നമ്മൾ പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ആ ഉത്തരവിൽ ഒപ്പിടുന്നതോടുകൂടി ആ ഇംപീച്ച്മെൻറ്റ് ചെയ്ത വ്യക്തി ഈ പറയുന്ന സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യും? പുറത്താവും. അപ്പോൾ സ്പീക്കർ ഒരു ചെയർമാന് നമ്മൾ എന്ത് ചെയ്യണം? പ്രമേയം, ഈ പറയുന്ന ഇംപീച്ച്മെൻറ്റ് പ്രമേയം അംഗീകരിക്കാം അല്ലെങ്കിൽ നിരാകരിക്കാം. അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രമേയം അംഗീകരിച്ചാൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു 3 അംഗ സമിതിയെ നിയമിക്കും. സമിതി സ്ഥിതി കുറ്റം കണ്ടത് നമ്മൾ അന്വേഷിക്കുന്ന, നമ്മൾ പറഞ്ഞ കുറ്റങ്ങൾ കണ്ടെത്തിയെന്ന് ഈ പറയുന്ന സമിതി കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ 2 സഭകളിലുമായിട്ട് ആ പ്രമേയത്തെ അംഗീകരിക്കണം. പാർലമെൻറ്റിൽ ഓരോ സഭയും പ്രത്യേക ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കിയ ശേഷം ഒരു ഉത്തരവ് അല്ലെങ്കിൽ നമ്മൾ പാസ്സാക്കിയ ഉത്തരവ് പ്രസിഡന്റിന് സമർപ്പിക്കുന്നു. പ്രസിഡന്റ് അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഇംപീച്ച്മെൻറ്റ് നടപടി പൂർത്തിയായി. ആ പറയുന്ന ജഡ്ജിയെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്താക്കാം. ഇതുവരെ ഇംപീച്ച്മെൻറ്റ് നടപടിയിൽ ഒരു സുപ്രീം കോടതി ജഡ്ജിമാരും പുറത്തായിട്ടില്ല. ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യത്തെ ജഡ്ജി ആരാണെന്ന് ചോദിച്ചാൽ അത് വി രാമസ്വാമിയാണ്. ഇംപീച്ച്മെൻറ്റ് നടപടി നേരിട്ട ആദ്യ ജഡ്ജി അത് വി രാമസ്വാമിയാണ്. സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124. ഇനി ആർട്ടിക്കിൾ 124 പറയുന്ന യോഗ്യതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ പ്രഗത്ഭനായ ഒരു നിയമജ്ഞനും ആയിരിക്കണം.
അപ്പം ഇംപീച്ച്മെൻറ്റിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇംപീച്ച്മെൻറ്റിനോട് ആദ്യമായിട്ട് ഇംപീച്ച്മെൻറ്റ് നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത് വി രാമസ്വാമിയാണ്. സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത എന്ന് പറയുന്ന അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 124. എന്താണ് യോഗ്യതകളെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പൗരനായിരിക്കണം, ഹൈക്കോടതി ജഡ്ജിയായി 5 വർഷത്തെ പരിചയം, അല്ലെങ്കിൽ ഹൈക്കോടതി അഭിഭാഷകനായി 10 വർഷത്തെ പരിചയം, പ്രസിഡന്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു നിയമജ്ഞനായിരിക്കണം. സുപ്രീം കോടതിയുടെ അധികാര പരിധിയാണ്, ഇതിനെപ്പറ്റിയാണ് SCRTയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രി ഫിലിംസിന് ചോദിച്ചത് സുപ്രീം കോടതി അധികാര പരിധികളെപ്പറ്റി അതിൽ ഒന്ന് തനത് അധികാരമാണ്. ആർട്ടിക്കിൾ 131 സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് തനത് അധികാരത്തിൽ വരുന്നത്. ഒന്ന്, അതിന് ഉദാഹരണം ചോദിച്ചാൽ അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ ഇപ്പോൾ വിഹിതങ്ങളുടെ കാര്യത്തിൽ തർക്കമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ തർക്കമുണ്ട്, തമിഴ്നാടും കർണാടകയും തമ്മിൽ കാവേരി ജലത്തിൽ തർക്കമുണ്ട്. അപ്പോൾ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും 2 സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഒന്ന് കൂടുതലുള്ള സ്റ്റേറ്റുകൾ അവർക്ക് തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ളത് അധികാരം സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. ആ അധികാരത്തെയാണ് തനത് അധികാരം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 131 തനത് അധികാരത്തെ പറ്റി പറയുന്നത്. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് തനത് അധികാരത്തിൽ വരുന്നത്. കേന്ദ്രവും ഗവൺമെൻറ്റും സംസ്ഥാനങ്ങളും തമ്മിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ തനത് അധികാരത്തിൽ വരുന്നതാണ്. 2, അപ്പീൽ അധികാരം. അതിൽ ആർട്ടിക്കിൾ 132 അപ്പീൽ അധികാരത്തെ പറ്റി പറയുന്നത്. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ അപ്പീൽ സ്വീകരിക്കാൻ അധികാരമുണ്ട്. കീഴ്ക്കോടതിയിലെ ഏത് വിധിയിന്മേലും സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? അപ്പീൽ സ്വീകരിക്കാം. അതാണ് അപ്പീൽ അധികാരം. അടുത്ത 3, ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അത് കേൾക്കാൻ ഏറ്റവും കുറഞ്ഞത് ഒരു 5 ജഡ്ജിമാർ കൂടി വേണം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാനുള്ള സുപ്രീം കോടതിയുടെ ബാധ്യതയാണ് ഉപദേശക അധികാരം. റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കുമ്പോൾ അവ സംരക്ഷിക്കാനായി റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കും. അതാണ് റിട്ട് അധികാരം. ഇപ്പോൾ മാൻഡമസ്, സെർഷ്യൂറി അങ്ങനെയൊക്കെ പറയുന്ന റിട്ടുകൾ, ഹേബിയസ് കോർപ്പസ് അതൊക്കെ പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് റിട്ട് അധികാരത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് അപ്പീൽ അധികാരം എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 132 സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെ വിധിയിന്മേലും അപ്പീൽ സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. റിട്ട് അധികാരം, റിട്ടുകൾ എടുക്കാനുള്ള അധികാരം. പിന്നെ അടുത്തത് പുനരവലോകന അധികാരമാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ലോക്സഭയോ രാജ്യസഭയൊക്കെ ഏതെങ്കിലുമൊക്കെ നിയമങ്ങൾ പാസ്സാക്കി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ ഈ പോരായ്മകളുണ്ടോ എങ്കിൽ അതിൽ സുപ്രീം കോടതിക്ക് കൈകടത്താൻ പറ്റും. അതാണ് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നതിൽ അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. ഇപ്പോൾ നമ്മൾ ഓരോരോ ബില്ലുകൾ പാസ്സാക്കുന്നു. അപ്പോൾ അതൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഭരണഘടനാ ലംഘനങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ പുനരവലോകന അധികാരം വെച്ച് ആ കാര്യങ്ങളിൽ സുപ്രീം കോടതിക്ക് ഇടപെടാം. ആ പറയുന്ന നിയമങ്ങളിൽ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ പുനരവലോകന അധികാരം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ സംരക്ഷണം എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പോൾ അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഭരണഘടന ലംഘനമുണ്ടോ എന്ന് സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. സുപ്രീം കോടതി ജസ്റ്റിസ് നമ്മൾ ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ വ്യക്തിയാണ് HJ ഖനിയ. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് YV ചന്ദ്രചൂഡാണ്. ഏറ്റവും കുറച്ച് കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി കമൽ നരയൻ സിംഗ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയും ആദ്യ ദളിത് വ്യക്തിയും ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി P ഗോവിന്ദ മേനോനാണ്. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഗവായിയാണ്, BR ഗവായിയാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയത് HJ ഖനിയ. ഏറ്റവും കൂടുതൽ കാലം YV ചന്ദ്രചൂഡ്. ഏറ്റവും കുറച്ച് കാലം കമൽ നരയൻ സിംഗ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയും ആദ്യത്തെ ദളിത് വ്യക്തിയും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി
പി ഗോവിന്ദമേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പലതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീവി നമുക്ക് നമ്മുടെ PSC പരീക്ഷ സ്ഥിരമായിട്ട് ചോദിച്ചാണ്. ഈ അടുത്ത സമയത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ഏറ്റവും കുറച്ചു കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാരായിരുന്നു. ഏറ്റവും കുറച്ചു കാലം ജസ്റ്റിസ് കമൽ നരയൻ സിംഗ് ആണ്. ജസ്റ്റിസ് കമൽ നരയൻ സിംഗ്. ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചാൽ YV ചന്ദ്രചൂഡ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്